നമ്മൾ വിചാരിക്കും മലയാളികൾ വളരെ അടിപൊളിയാണ്, നമ്മൾ വളരെ ടോപ്പാണ്, നമുക്ക് 100% ലിറ്ററസി ഒക്കെ ഉണ്ട്. പക്ഷെ IIT പഠിക്കുന്ന മലയാളികളുടെ എണ്ണം ഇപ്പോഴും വളരെ കുറവാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ടോട്ടൽ ഒരു 18,000 സീറ്റിൽ ഒരു 300-ൽ താഴെ മലയാളികൾ മാത്രമാണ് ഒരു വർഷം IIT എത്തുന്നത്. അതിന് ഏറ്റവും ടോപ്പ് IIT-കൾ 7 ഉണ്ട്. അതിലെത്തുന്ന ആളുകളുടെ എണ്ണം ആക്ച്വലി വളരെ വളരെ കുറവാണ്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കോർപ്പറേറ്റ്സ് നമുക്ക് ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ നമ്മൾ ഫസ്റ്റ് പോയി പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഈ കമ്പനീസ് ഒക്കെ ഇപ്പൊ ഇന്ത്യയിൽ എനിക്ക് ജോലി കിട്ടുന്നത് 2014 ഡിസംബറിലാണ്. 2015 മെയ്യിലാണ് ഞാൻ പാസ് ഔട്ട് ആവുന്നത്. അതായത് എന്റെ കോളേജ് ഡിഗ്രി കഴിയുന്നത്. എന്റെ കോളേജ് ഡിഗ്രി കഴിയുന്നതിന് 6 മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് ജോലി കിട്ടി. അത് എന്തുകൊണ്ടാ? ഞാൻ IIT മദ്രാസിൽ പഠിച്ചുകൊണ്ടാ. ഇന്നത്തെ കാലത്ത് എഞ്ചിനീയറിംഗ് ഡോക്ടർ എന്നുള്ളത് മാത്രമൊന്നുമല്ല. ഞാൻ ഒരാളെ കഥ പറയാം. കഴിഞ്ഞ വർഷം OpenAI, നമുക്കറിയാം ChatGPT-യുടെ കമ്പനിയാണ്. OpenAI എന്ന ഒരാളെ മെറ്റ ഹയർ ചെയ്യാണ്. അതായത് ഫേസ്ബുക്ക് മാർക്ക് സക്കർബർഗ് നേരിട്ട് വിളിച്ചിട്ട്, ആളെ പേര് ത്രപിത് ബൻസാൽ എന്നാണ്, ഇന്ത്യക്കാരനാണ്. അയാൾക്ക് ഓഫർ ചെയ്ത സാലറി എത്രയാണെന്ന് അറിയോ? 850 കോടി രൂപ. 850 കോടി രൂപയുടെ പാക്കേജാണ് ആൾക്ക് മാർക്ക് സക്കർബർഗ് നേരിട്ട് വിളിച്ച് ഓഫർ ചെയ്യുന്നത്. അയാൾ പഠിച്ചത് മാത്തമാറ്റിക്സ് ആണ്. IIT കാൺപൂരിൽ നിന്ന് മാത്തമാറ്റിക്സ് പഠിച്ച ആളാണ്. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ X&Y ലേണിംഗിൻ്റെ സ്ഥാപകൻ അജ്മൽ ഭായ് ആണ്. അജ്മൽ ഭായിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്റ്റോറീസുമാണ് നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇവിടെ വന്നതിൽ വളരെ വളരെ സന്തോഷം. ഈ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്ത ഒരാളാണ് അജ്മൽ ഭായ് അല്ലേ? ഇന്റലിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. ഇന്റൽ പോലെയുള്ള ഒരു കോർപ്പറേറ്റിനെ വിട്ടിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനം തുടങ്ങാം എന്നുള്ളൊരു ചിന്ത എപ്പോഴാണ് ഉണ്ടായത് ആക്ച്വലി? അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങണം എന്നുള്ളത്, എസ്പെഷ്യലി എഡ്യൂക്കേഷൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് IIT പഠിക്കുന്ന സമയം മുതലേ ഉള്ള ഒരു താല്പര്യമായിരുന്നു. കാരണം നമ്മൾ IIT പോയപ്പോൾ കണ്ടൊരു സംഭവം എന്താന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും മലയാളികൾ വളരെ അടിപൊളിയാണ്, നമ്മൾ വളരെ ടോപ്പാണ്, നമുക്ക് 100% ലിറ്ററസി ഒക്കെ ഉണ്ട്. പക്ഷെ IIT പഠിക്കുന്ന മലയാളികളുടെ എണ്ണം ഇപ്പോഴും വളരെ കുറവാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ടോട്ടൽ ഒരു 18,000 സീറ്റിൽ ഒരു 300-ൽ താഴെ മലയാളികൾ മാത്രമാണ് ഒരു വർഷം IIT എത്തുന്നത്. അതിന് ഏറ്റവും ടോപ്പ് IIT-കൾ 7 ഉണ്ട്. അതിലെത്തുന്ന ആളുകളുടെ എണ്ണം ആക്ച്വലി വളരെ വളരെ കുറവാണ്. അതെ. അപ്പോൾ അവിടെ തോന്നിയതാണ് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ കോവിഡ് സമയത്താണ് കുറച്ച് ക്ലാസ്സസ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിലൂടെ കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ കൊടുത്തു തുടങ്ങിയപ്പോൾ മനസ്സിലായി ആളുകൾക്ക് എന്തുണ്ട്, താല്പര്യമുണ്ട് എന്നുള്ളത്. അങ്ങനെ അതിനെ X&Y ലേണിംഗ് എന്നുള്ളൊരു സ്ഥാപനമാക്കി മാറ്റി. റൈറ്റ്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് ഒരു സമയത്താണ് എനിക്ക് തോന്നുന്നത്, ഞാനിങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് 2000 സ്റ്റുഡൻസ് ഉണ്ട്, അതേപോലെ ഒരു 100-ലധികം സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നു 3 വർഷം കൊണ്ട് നമ്മൾ ഇത്ര അധികം ഗ്രോ ചെയ്തല്ലോ. സോ ഐ ഫെൽറ്റ് ലൈക്ക് ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഇതൊക്കെ പാരലേ നടക്കുന്നത്. ജോലിന്റെ സമയത്ത് ഇടയിൽ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. ബാംഗ്ലൂർ മീൻസ് കുറെ സമയം വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ അതിന്റെ കൂടെ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഇതൊക്കെ ബിൽഡ് ചെയ്യുന്നു, കുറെ നല്ല സ്റ്റാഫിനൊക്കെ ഹയർ ചെയ്യുന്നു, അത് കൊണ്ടു നടക്കുന്നു. അപ്പോൾ ഒരു പോയിന്റിൽ തോന്നുകയാണ് എന്ത്, ഇത് ഇനി ഞാൻ തന്നെ നോക്കണം, ഇല്ലെങ്കിൽ അത് ഒരു ശരിയല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുകയാണ്. മാത്രമല്ല ഇതിന്റെ ഒരു ഗ്രോത്ത് നമ്മൾ വിചാരിച്ചതിനപ്പുറം ഈ ഒരു മൂവ്മെന്റിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു 1.5 വർഷം മുമ്പ് ഞാൻ ക്വിറ്റ് ചെയ്തു. ഇന്നാ 2000 ഉള്ളത് 5000 സ്റ്റുഡൻസ്. അതേപോലെ തന്നെ 200-ലധികം ഒരുപാട് കുട്ടികളുടെ ലൈഫിലേക്ക് ഒരു വലിയൊരു വെളിച്ചം വിതാനൊക്കെ X&Y ലേണിംഗ് സ്ഥാപനത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ IIT മദ്രാസിൽ ഒരു കോൺഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുറെ കാലത്തിന് ശേഷം പോവാണ്. അവിടെ ഒരു 3-4 ദിവസം ഞാൻ താമസിക്കുകയാണ്. അവിടെ ചെന്നപ്പോ ഞാൻ 2015 പഠിച്ചിറങ്ങുന്നത്. അവിടെ ചെന്നപ്പോ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ അവിടെ ഉണ്ട്. ശരി. അതായത് 2025 ഞാൻ പോകുന്നത്. അപ്പോ 2025 അല്ലെങ്കിൽ 25 ഫസ്റ്റ്. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഒരു 9 വർഷം കൊണ്ട് ഞാൻ പഠിച്ചിറങ്ങിയ ഒരു 9 വർഷം കൊണ്ട് ഞാൻ പഠിപ്പിച്ച ഒരു 8-9 ആൾക്കാരെ അവിടെ എത്തിക്കാൻ പറ്റിയ എന്നുള്ളത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. തീർച്ചയായിട്ടും സന്തോഷം. ഇതിനകത്ത് ഞാനൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ചോദിക്കണം. ഇപ്പം ഇന്റൽ പോലുള്ള സ്ഥാപനത്തിൽ നിങ്ങൾ ജോലി ചെയ്തൊരു മനുഷ്യനാണ്. നിങ്ങളുടെ ജോലി സേഫാണ്, നിങ്ങളുടെ ആസ് എ ഫിനാൻഷ്യലി നിങ്ങൾ സേഫാണ്. എന്നിരുന്നാൽ പോലും ഒരു പ്രത്യേക ഡിസിഷൻ നിങ്ങൾ തീരുമാനിക്കുകയാണല്ലോ, ഇന്റൽ വേള ജോലി വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. റിസ്ക് എടുക്കാമായിരുന്നില്ലേ അല്ലേ? ഇന്ന ചെറിയ ഒരു റിസ്ക് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ റിസ്ക് എടുക്കാൻ പ്രേരിപ്പിച്ചെന്ന് പറഞ്ഞാല്, നമുക്ക് ഏറ്റവും കൂടുതൽ ലൈഫിലെ ഹാപ്പിനെസ് തരുന്നത് എന്തായിരിക്കും? ഇപ്പോ നമ്മൾ ഒരു കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ആഗ്രഹം ഒരു ജോലി കിട്ടണം, കുറച്ച് കാശ് ഉണ്ടാക്കണം, നല്ലൊരു പറ്റുന്ന നല്ലൊരു വണ്ടി വാങ്ങണം, നല്ല ഭക്ഷണം കഴിക്കണം, ഇങ്ങനെ ചെറിയ ആഗ്രഹങ്ങളുണ്ടാവും.
പക്ഷെ ഒരു കാശ് എന്നുള്ളതിന് ഒരു ബിയോണ്ട് ഒരു എന്താ പറയാ, നമ്മുടെ നീഡ്സ് ഒക്കെ, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വീട്, അത് മീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് കാശ് എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി എക്സൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ല. നേരെ മറിച്ച് ഈ പറഞ്ഞതുപോലെ ഞാൻ കാരണം നാളെ ഒരു കുട്ടിക്ക് ഒരു എഡ്യൂക്കേഷൻ നല്ലതായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാല് അത് ആ കുട്ടി മാത്രം രക്ഷപ്പെടുന്ന ഒരു കേസല്ല, ഒരു ഫാമിലി മുഴുവൻ രക്ഷപ്പെടുന്നു എന്ന് മാത്രമല്ല ആ ഫാമിലിയുടെ നമ്മൾ നല്ലൊരു കുട്ടി നമ്മുടെ അയൽപക്കത്തുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, അവനെ കണ്ടുപിടിക്ക് അല്ലെങ്കിൽ അവളെ കണ്ടുപിടിക്കുന്നു അല്ലെ. നമ്മുടെ സ്കൂളിൽ നല്ലൊരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻസിന് എന്താവും, അത് ഒരു ചേഞ്ച് ആവും. ഞാനൊരു എന്റെ ഹിസ്റ്ററി ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എനിക്ക് തോന്നിയത് ഇങ്ങനെ പറയാം. ഞാൻ IIT പഠിക്കാനുള്ള റീസൺ എന്താണ് എന്നുള്ളത്, അത് എനിക്ക് ബുദ്ധി കൂടിയതുകൊണ്ടാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല. അതായത് എന്റെ വല്യപ്പാക്ക് 13 മക്കളാണ്. 13 മക്കൾ. ഒരു കുഗ്രാം, മലപ്പുറം ജില്ലയുടെ ഒരു അറ്റത്തുള്ള മാളിയേക്കൽ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്തു നിന്നാണ് എന്റെ ഉപ്പ വരുന്നത്. ഓക്കെ, എന്റെ വല്യപ്പാക്ക് ഈ ആളുകളൊക്കെ സ്കൂളിൽ വിടാൻ മടിയായിരുന്നു എന്നാണ് ഉപ്പ പറയാറുള്ളത്. കാരണം അന്നത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ എന്നുള്ളത് ഈ ആളുകളൊക്കെ ഇറങ്ങി പറമ്പിൽ ഇറങ്ങി കിളച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ 13 ആൾക്കാർക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കാൻ പറ്റുള്ളൂ. സ്കൂളിൽ പോയാൽ അത് നടക്കൂല. അപ്പോ എന്റെ ഉപ്പാക്കാണെങ്കിൽ നേരെ തിരിച്ചായിരുന്നു. ഉപ്പാക്ക് സ്കൂളിൽ പോലൊക്കെ ആയിരുന്നു ഇഷ്ടം, ഈ പറമ്പിൽ ഇറങ്ങി പണിയെടുക്കുക എന്നുള്ളതൊക്കെ മടിയായിരുന്നു. അപ്പോ ഒരു 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഉപ്പ കവുങ്ങിന്റെ മേലെന്ന് വീണത്രേ. കവുങ്ങ് നമ്മുടെ അടക്കാൻ കയറിയിട്ട് കവുങ്ങിന്റെ മേലെന്ന് വീണ് കൈ ഒടിഞ്ഞു. അപ്പൊ കൈ ഒടിഞ്ഞ സമയത്ത് ഉപ്പ മടിയനായിട്ടുള്ള ഉപ്പ ഇതൊരു കാരണമാക്കിയെന്ന് പറഞ്ഞ്, അതായത് പണിക്ക് പോവാതിരിക്കാന്. അങ്ങനെ അപ്പൊ വല്യപ്പി ഉപ്പിയും തമ്മില് ഒരു പ്രശ്നമായി. അപ്പോ വല്യമ്മ ഇടപെട്ടിട്ട് പറഞ്ഞത്രേ, എന്റെ മോന് കയ്യിന് വയ്യാത്തതാണ്, നിങ്ങളങ്ങനെ പണിക്കൊന്നും വിളിക്കരുത്. അപ്പൊ വല്യപ്പോ ഒരു തീരുമാനം പറഞ്ഞു. തീരുമാനം എന്താന്ന് വെച്ചാല് അവന് ഇനി ഒന്നിനും പറ്റൂല, കയ്യിന് വയ്യാത്തവന് ഒന്നിനും പറ്റില്ല, അതുകൊണ്ട് അവൻ പഠിക്കാൻ പോയിക്കോട്ടെ. ഒന്നിനും പറ്റാത്തവൻ പഠിക്കാൻ പോട്ടെ. അങ്ങനെ ഉപ്പ SSLC അവിടുന്ന് ആദ്യമായിട്ട് SSLC കംപ്ലീറ്റ് ചെയ്തു. പ്രീ ഡിഗ്രി കഴിഞ്ഞു, BSc പഠിച്ചു. BSc പഠിച്ച് MSc പകുതിയായ സമയത്ത് കോള് വരികയാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉപ്പ ചേരുന്നു. ഉപ്പ ഡോക്ടറായി മാറുന്നു. ആ ഫാമിലിയിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് തന്നെ ഫസ്റ്റ് ഡോക്ടറായി മാറുന്നു. അതോടുകൂടിയിട്ട് താഴെയുള്ള ഉപ്പ 3ാമത്തെ ആളാണ്. താഴെയുള്ള ആളുകളൊക്കെ ഉപ്പ പഠിപ്പിക്കുന്നു. അവര് പല ആൾക്കാരും ടീച്ചേഴ്സായി മാറുന്നു. അതേപോലെ തന്നെ അവരുടെ മക്കൾ പല ആൾക്കാരും ഇന്ന് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെയാണ്. അപ്പൊ ഞാൻ IIT പോകാനുള്ള കാരണം പണ്ട് എന്റെ ഉപ്പ കവുങ്ങിന്റെ മേലെന്ന് വീണതാന്ന് ഞാൻ പറയാറുണ്ട്. അതില്ലെങ്കിലേ നമ്മുടെ ഹിസ്റ്ററിയിൽ നമ്മൾ പോലും ജനിക്കാത്തൊരു സമയത്ത് സംഭവിച്ചൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ വലിയൊരു വെളിച്ചമായി മാറുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോ എന്താ പറയാ, നമ്മളൊരാൾ പഠിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു കുട്ടി പഠിച്ചാല് നമ്മുടെ നാട്ടില് വലിയ ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ ഞാനൊരാൾ ജോലി ചെയ്ത് ഞാൻ കുറെ കാശ് ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറം ഡെഫിനറ്റ്ലി ഞാൻ ചെയ്തിരുന്ന കാര്യം വളരെ അഡ്വാൻസ്ഡ് ടെക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരുന്നത്. പക്ഷെ ആ കാര്യത്തിനപ്പുറം മേ ബി ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ എനിക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു 30 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ. ഇന്റലിൽ എന്ത് പൊസിഷനിലായിരുന്നു? ഇന്റലിൽ ഞാൻ SOC ഡിസൈൻ എഞ്ചിനീയർ എന്ന് പറയും. അതായത് ഇപ്പോ ഇന്ത്യയിൽ പലതരം ചിപ്പുകൾ, ഇപ്പൊ നമ്മുടെ സാധാരണ നമ്മുടെ ലാപ്ടോപ്പിലുള്ള i3 i5 അങ്ങനത്തെ ചിപ്പുകളൊക്കെ കാണാറ്. അതല്ലാതെ ഇന്റലിന്റെ Xeon എന്ന് പറഞ്ഞ ചിപ്പ് ഉണ്ട്. Xeon എന്ന് പറഞ്ഞ ചിപ്പ് എന്ന് പറഞ്ഞാല് ഈ നിങ്ങളൊരു ഫേസ്ബുക്ക്, ആമസോൺ പോലത്തെ കമ്പനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അവരുപയോഗിക്കുന്ന വലിയ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവില്ലേ, ഡാറ്റാ സെന്റർ, സെർവേഴ്സ് എന്നൊക്കെ പറയും. ഇതിന്റെ ചിപ്പ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങള് ഒക്ടാ കോർ, ക്വാഡ് കോർ, ഡുവൽ കോർ എന്നൊക്കെ പറയും. അതായത് കോർ എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബ്രെയിൻ എന്നുള്ളത്. അപ്പൊ 4 കോർ 8 കോറൊക്കെയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിനുള്ളത്. ഈ ഇവരൊക്കെ ഉപയോഗിക്കുന്ന സെർവേഴ്സിനും സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനും ഒരു 100 കോർ 200 കോർ അതിനേക്കാളും മേലുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള ചിപ്പുകൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിരുന്നത്. ഞാൻ ഇറങ്ങുന്ന സമയത്ത് AI ആക്സിലറേറ്റേഴ്സ് എന്ന് പറയും, GPUs. അതായത് ഇപ്പോൾ NVIDIA പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്ന അതിന് കോമ്പീറ്റിംഗ് ആയിട്ടുള്ള GPUs ഉണ്ടാക്കുക. AI ഡേറ്റ പ്രോസസ് ചെയ്യാൻ കഴിയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള GPUs ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ 2 സെഗ്മെന്റിലാണ് ഇതിന്റെ ലോജിക് ഡിസൈൻ, ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ ലോജിക് ഡിസൈനിലാണ് ഞാൻ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അജ്മൽ ഭായനെ കിട്ടിയോണ്ട് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ നിങ്ങളിരുന്ന ജോലി സ്വപ്നം കാണുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ പാരൻസ് ഒക്കെ നമ്മുടെ ഈ വീഡിയോസ് കാണുന്നുണ്ടാകും. ഇപ്പം ഇന്റൽ പോലെ വലിയ ഹെവി കോർപ്പറേറ്റിലേക്ക് ഒരു കുട്ടി പഠിച്ചെത്തണം എന്നുണ്ടെങ്കിൽ അവൻ ഏത് വയസ്സ് മുതൽ അവൻ്റെ ടാലന്റ് പാരൻസ് അറിഞ്ഞിരിക്കണം?
നമ്മൾ ഇതിൽ ആദ്യം നമ്മളൊരു ബാക്ക്വേർഡ് പ്ലാൻ ചെയ്യണം. നമുക്ക് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കോർപ്പറേറ്റ്സ് നമുക്ക് ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ നമ്മൾ ഫസ്റ്റ് പോയി പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഈ കമ്പനീസ് ഒക്കെ ഇപ്പൊ ഇന്ത്യയിൽ എനിക്ക് ജോലി കിട്ടുന്നത് 2014 ഡിസംബറിലാണ്. 2015 മെയ്യിലാണ് ഞാൻ പാസ് ഔട്ട് ആവുന്നത്. അതായത് എന്റെ കോളേജ് ഡിഗ്രി കഴിയുന്നത്. എന്റെ കോളേജ് ഡിഗ്രി കഴിയുന്നതിന് 6 മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് ജോലി കിട്ടി. അത് എന്തുകൊണ്ടാണ്? ഞാൻ IIT മദ്രാസിൽ പഠിച്ചുകൊണ്ടാ. എന്നാൽ നമ്മൾ കേരളത്തിലെ ഒരു സാധാരണ കോളേജ് പഠിച്ചാൽ എനിക്ക് ഒരു പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടും. അത് എനിക്ക് ഇന്ത്യയിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന് മേ ബി നമ്മളൊരു 3-4 വർഷം നമ്മൾ വീണ്ടും ചിലപ്പോൾ PG ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കുറച്ചധികം പുറകെ നടക്കേണ്ടി വരും. അപ്പൊ ആ കഷ്ടപ്പാട് ഇത്രേ ഉള്ളൂ. ആ പുറകെ നടക്കുന്ന പരിപാടി ഞാനൊരു 4-5 വർഷം മുമ്പേ ചെയ്തു എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അതായത് ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു, ഈ IIT പോകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞാൻ പ്രിപ്പയർ ചെയ്തു. അപ്പോ ഏത് സ്ഥലത്ത് നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും നല്ല സ്ഥാപനത്തിൽ പോയി പഠിക്കുക എന്നുള്ളതാണ്. കാരണം അവിടെ ഈ കമ്പനീസ് എല്ലാവരും പ്ലേസ്മെന്റ്സിന് വരും. ഇനി അതല്ല നിങ്ങൾക്ക് പ്ലേസ്മെന്റ് വേണ്ട, നിങ്ങൾക്ക് സിവിൽ സർവീസിന് പോകണം, അതിനുള്ളൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും റിസർച്ചിന് പോകണം, അത് പോയ ആളുകൾ നിങ്ങളുടെ മുമ്പേ നടന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് വലിയൊരു എക്സ്പോഷർ നമുക്ക് ലൈഫിൽ കിട്ടുകയാണ്. ഈ മലയാളികളായ ആൾക്കാരെ ഇപ്പൊ നമ്മളിപ്പോ മലയാളികളായ ആൾക്കാരെ നമ്മൾ ഫ്രണ്ടിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് മലയാളീസ് IIT-ൽ പഠിക്കുന്നുണ്ടോ? അത് കേരളത്തിൽ നിന്ന് പഠിക്കുന്ന ആൾക്കാർ കുറവാണ്. എന്താ അജ്മലിന്റെ ഒരു കാഴ്ചപ്പാട്? വളരെ കുറവാണ്. എന്തായിരിക്കും റീസൺ? അതിനുള്ള റീസൺ എന്നുള്ളത് നമ്മളിതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. ഇപ്പൊ JEE പരീക്ഷ വഴിയാണ് നമ്മൾ IITസിലോട്ട് അഡ്മിഷൻ എടുക്കുന്നത്. JEEയുടെ ഫസ്റ്റ് ഘട്ടം JEE മെയിൻ പരീക്ഷ 15 ലക്ഷം ആൾക്കാർ എഴുതുന്നുണ്ട്. 15 ലക്ഷം ആൾക്കാർ ഓൾ ഇന്ത്യ ഓവർ എഴുതുന്നുണ്ട്. ഇതിൽ ടോപ്പിലെത്തുന്ന മലയാളികളുടെ എണ്ണം ആക്ച്വലി ഒരു ടോപ്പ് 10,000-ലേക്ക് എത്തുന്ന മലയാളികളുടെ എണ്ണം ആക്ച്വലി കുറവാണ്. നമ്മൾ നല്ല സ്ഥലത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇത് വേണം. ഇതിൽ റീസൺ എന്നുള്ളത് ഇത് കോമ്പറ്റീഷനാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് നമ്മുടെ സ്കൂളിലുള്ള ഒരു സിസ്റ്റം എന്താ, 90 കിട്ടിയാൽ A+ ആണ്, 91 കിട്ടിയാൽ A+ ആണ്, ഇനി 95 കിട്ടിയാൽ A+ ആണ്, 100 കിട്ടിയാൽ A+ ആണ്. ഇവരെല്ലാവരും ഒരേ ഗ്രേഡിലാണ് നമ്മൾ വെക്കുന്നത്. എന്നാൽ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിൽ 90 കിട്ടിയാളും 91 കിട്ടിയാളും തമ്മിൽ ചിലപ്പോൾ ഒരു 3000-4000 റാങ്കിന്റെ ഡിഫറൻസ് ഉണ്ടാവും ഒരു മാർക്കിന്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു മാർക്കാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്നത്. അപ്പൊ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ജില്ലയിലോ നിങ്ങളുടെ സ്കൂളിലോ പഠിച്ച കുട്ടികളോടൊന്നല്ല. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത കുട്ടികളോടാണ്. നിങ്ങൾ IIT നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഏത് സ്റ്റേറ്റ് എന്നാണെന്നറിയോ? ആന്ധ്ര തെലങ്കാന ബെൽറ്റ് എന്നാ. ശരി, എന്തായിരിക്കും കാരണം? അതിനുള്ള റീസൺ ഇപ്പൊ ഞാൻ എന്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നു ശ്രീധർ. അപ്പൊ അവന് IIT എന്റെ റൂംമേറ്റ് ആണ്. അപ്പൊ അവൻ പറഞ്ഞു എന്റെ കസിൻ IIT കോച്ചിങ്ങിന് പോകുന്നുണ്ട്. എത്രാം ക്ലാസ്സിലാണ്? അവൻ പറഞ്ഞു 3-ാം ക്ലാസ്സിലാന്ന് പറഞ്ഞു. ഞാൻ ഇതിനെ കുറിച്ച് കേട്ട് തുടങ്ങുന്നത് +1 എത്തിയതിനു ശേഷം എന്റെ പ്രായത്തിൽ. ഇത് നമ്മൾ കേട്ട് തുടങ്ങിയാലും നമ്മൾ എപ്പോഴാണ് ഇതിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ 3-ാം ക്ലാസ് തന്നെ ഒരാളെ അടിച്ചിരുത്തി IIT പഠിപ്പിക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് ആ ലക്ഷ്യബോധം കൊടുത്ത് അവൻ അതിനുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മാത്സിലും സയൻസിലും മിടുക്കരായിട്ടുള്ള ആളുകൾക്ക് അതിനുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ XNY ലേണിംഗിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. നേരത്തെ തന്നെ 6 മുതൽ 10 വരെ ക്ലാസ്സിൽ തന്നെ കുട്ടികളെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ട് എത്താൻ വേണ്ടി അവർക്ക് അതിന് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനെ നമ്മളെപ്പോഴും ആലോചിച്ച് തുടങ്ങുന്നത്. നമ്മളൊരു +2 കഴിഞ്ഞിട്ടാണ് നമ്മളെ പാരന്റ്സും കുട്ടികളൊക്കെ ആലോചിച്ച് തുടങ്ങുന്നത് ഇനി എന്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് പിന്നെ തീരെ സമയം ഉണ്ടാവില്ല. സമയം കൊടുത്താൽ മാത്രമേ ഏത് കുട്ടിക്കും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ എത്താൻ പറ്റുള്ളൂ. സമയമാണ് പ്രധാനം. നേരെ മറിച്ച് അവര് 6-ാം ക്ലാസ്സിനോ 7-ാം ക്ലാസ്സിനോ ഒരു കുട്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഒരു കുട്ടി പ്രിപ്പയർ ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ലോജിക്കലി ആലോചിച്ചാൽ നമുക്ക് കിട്ടും ആർക്കാ കിട്ടുക എന്നുള്ളത്. അല്ലെ, നമ്മുടെ വിദ്യാഭ്യാസ രീതി ഇപ്പൊ തെലുങ്കാനയുടെ എക്സാമ്പിൾ പറഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ടാലൻസ് ഇതേപോലെയുള്ള ഹയർ സ്ഥാപനങ്ങൾ പോയി പഠിക്കുമെന്ന് അജ്മൽ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി തോന്നാറുണ്ട്. അതായത് അതിന് നമ്മളെ വരുത്തേണ്ട ഏറ്റവും മാറ്റം എല്ലാവരും IIT-ൽ പോവുക അല്ലെങ്കിൽ എല്ലാവരും മെഡിസിൻ പോവുക എന്നുള്ളതല്ല. നേരെ മറിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ ടാലന്റ് അധ്യാപകർക്കും പാരന്റ്സിനും ഈ 2 കൂട്ടർക്കുമാണ് ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. കാരണം അവരാണ് കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഈ ടാലന്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ഒക്കെ എക്സ്പോഷർ കൊടുക്കുക. അതായത് ഇങ്ങനെ കുറെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇതിലൊക്കെ നിങ്ങൾ പോകണം എന്നുള്ളത് അവർക്ക് ആ ചെറിയ പ്രായത്തിൽ നമ്മളൊരു സ്പാർക്ക് കൊടുത്താൽ മതി. ആ സ്പാർക്ക് കൊടുത്താൽ എന്ത് പറ്റും, അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർ ഉയർന്നു വരും, അവരെവിടെയെങ്കിലുമൊക്കെ എത്തും. പിന്നെ അതിന് വേണ്ട അവരൊരു ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് വേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ്ങും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് കൊടുക്കണം. ആ ട്രെയിനിങ് കൊടുത്താൽ കുട്ടികൾ ഉറപ്പായിട്ടും കുട്ടികൾ ഡെവലപ്പ് ചെയ്ത് തരും. നമ്മൾ കുട്ടികൾക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എപ്പോഴും സ്കൂളിൽ കൊടുക്കുന്നത്. അതെ, അതായത് നമ്മൾ കുട്ടികളെ അധികം ഭാരം എടുപ്പിക്കണ്ട. ശരിയാണ്, അവരെ കുറിച്ച് നമ്മൾ കൂടുതൽ ഭാരം എടുപ്പിക്കണ്ട. പക്ഷെ അവർ എക്സ്പേർട്ട് ആയിട്ടുള്ള ഏരിയയിൽ അവർക്ക് താല്പര്യമുള്ള ഏരിയയിൽ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക്
കൊടുക്കാം. അതെ, അത് കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, എന്റെ മോൻ 10ലേക്കാണ് മാഷാഅല്ലാഹ് വരുന്നത്. അപ്പൊ അവൻ ഏത് രൂപത്തിലേക്ക് പോകും അല്ലെങ്കിൽ ഏത് രൂപത്തിലേക്ക് പോകണമെന്ന് എനിക്ക് ഇപ്പോഴേ ചില കൺസേൺസ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ അവനൊരു സയൻസിലും മാത്സിലൊക്കെ വലിയൊരു ടാലന്റ് ഉള്ളവരാണെന്ന് പേഴ്സണലി എനിക്കറിയാം. അപ്പൊ അവന്റെ ഒരു ടാലന്റ് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ആക്ച്വലി ആസ് എ പാരന്റ് എന്ന രൂപത്തിൽ? ഇപ്പൊ നിങ്ങൾ സയൻസിനും മാത്സിനും അവന് താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, സയൻസിനും മാത്സിനും മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് സയൻസിനും മാത്സിനും സ്റ്റെം ഏരിയകളിലാണ്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ഈ ഏരിയകളിലാണ്. എയുടെ ഒക്കെ കാലഘട്ടമാകുമ്പോൾ അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. അതിൽ നമുക്കൊരു കുട്ടിക്ക് താല്പര്യം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു നല്ല സ്ഥാപനത്തിലെത്തണം. +2 കഴിയുമ്പോൾ അവനൊരു ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലോ പഠിച്ചാൽ പോരാ. പല കാരണങ്ങൾ കൊണ്ട് ഒന്നവിടെ പലപ്പോഴും നമുക്ക് അവിടെ കിട്ടുന്ന എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി സംശയം ഉള്ളതാണ്. 2, അവിടെ നമ്മൾ വലിയ ഫീസ് കൊടുക്കേണ്ടി വരും, അല്ലെ? എന്നാൽ നമ്മൾ നല്ലൊരു സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവന് ഇതേപോലത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പൊ നല്ല സ്ഥാപനത്തിലെത്താൻ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഇന്ത്യയിൽ നിങ്ങൾ നല്ലൊരു സ്ഥാപനത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ JEE, നീറ്റ് അല്ലെങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള പരീക്ഷകൾ നമ്മൾ എഴുതണം. അപ്പൊ ആ പരീക്ഷകൾ എഴുതാനുള്ള ട്രെയിനിങ് നമ്മൾ അവന് നേരത്തെ നമ്മൾ കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ മോന് 10th-ലാണെങ്കിൽ അവൻ ഇപ്പോഴേ നമുക്ക് അതിലോട്ട് ഇപ്പൊ എക്സാം വൈ ലേണിംഗിലൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് എങ്ങനെ എഴുതാം? കാരണം സ്കൂളിൽ പറഞ്ഞതുപോലെ എങ്ങനെ A+ കിട്ടാന്ന് മാത്രം സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ 90 മുതൽ 100 വരെ കിട്ടിയ A+ ആണ്. നേരത്തെ മറിച്ച് ഒന്നുകൂടി കോമ്പറ്റേറ്റീവ് ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതും, അതേപോലെ ഒന്നുകൂടി ആഴത്തിൽ എങ്ങനെ പോകാന്നുള്ളതും, ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളതും, ആ കാര്യങ്ങളൊക്കെ അവൻ എന്ത് ചെയ്യണം? നമ്മളൊന്ന് ട്രെയിൻ ചെയ്യിക്കണം. അതിന് സ്പെഷ്യൽ ട്രെയിനിങ് ആവശ്യമാണ്. ആ ട്രെയിനിങ് ആണ് നമ്മൾ കൊടുത്തോണ്ട്. ആ ട്രെയിനിങ്ങിലൂടെ കടന്നുപോയാൽ മാത്രമേ ഇവൻ അച്ചീവ് ചെയ്യുകയും ചെയ്യുള്ളൂ. അതെ, ആ ട്രെയിനിങ്ങിലൂടെ കടന്നു പോയാലാണ് അവൻ അത് അച്ചീവ് ചെയ്യാനുള്ള സാധ്യത കൂടുക. അപ്പൊ ഇവൻ 10th തുടങ്ങുന്നു, നാളെ ഒരാൾ +2 തുടങ്ങുന്നു, ആർക്കായിരിക്കും ബെറ്റർ ചാൻസ്? 10th കിട്ടിയ ആൾക്കാർക്കും, അല്ലെ? വളരെ സിമ്പിൾ ലോജിക്കാണ്. കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ +2 കഴിഞ്ഞ് വിദേശത്തേക്ക് പഠനത്തിന് പോകുന്നു, lakhs of rupees സ്പെൻഡ് ചെയ്ത് പോകുന്നു. അതിനൊക്കെ സാധ്യത അങ്ങോട്ട് പോകാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഓപ്പർച്യൂണിറ്റി ഉള്ളതായിട്ട് അജുവിന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടില് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോ നമ്മുടെ നാട്ടില് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരാൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ എത്ര രൂപ ഫീസ് കൊടുക്കണം? 30,000 രൂപയാണ് ഒരു വർഷം ഫീസ് കൊടുക്കേണ്ടത്. അത്രേ ഉള്ളൂ. അതെ, 1.5 ലക്ഷം രൂപക്ക് 5 വർഷം കൊണ്ട് 1.5 ലക്ഷം രൂപക്ക് ഡോക്ടർ ആവാൻ പറ്റും. എന്നാൽ വിദേശത്ത് ഒരാൾ MBBS പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 40-50 ലക്ഷം രൂപ മിനിമം അയാൾ ചെലവാക്കണം. എത്ര ലക്ഷം രൂപ ഡിഫറൻസ് ഉണ്ട്? ഒരു 40 ലക്ഷം അല്ലെങ്കിൽ 45 ലക്ഷം രൂപ ഡിഫറൻസ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജ് ഏതാ? എയിംസ് ഡൽഹിയാണ്. എയിംസ് ഡൽഹിയിൽ ഒരാൾ കൊടുക്കേണ്ട ഒരു വർഷത്തെ ഫീസ് എന്നുള്ളത് 1200 രൂപയാണ്. അതായത് 5 വർഷം കൊണ്ട് 6000 രൂപക്ക് ഡോക്ടർ ആവാം. പക്ഷെ അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ. ആരാണ് ബെറ്റർ ക്വാളിറ്റി ഡോക്ടർ? എയിംസിൽ പോയ ഒരാളാണോ അതോ വിദേശത്ത് പോയ ഒരാളാണോ? ഡെഫിനറ്റ്ലി എയിംസിൽ പോയ ഒരാളായിരിക്കും ഡോക്ടറുടെ ചാൻസ് കൂടുതൽ. ഞാൻ അവരെ മറ്റൊരു ആക്ഷേപിച്ച് പറയല്ലോ കേട്ടോ, പക്ഷെ അതിനായിരിക്കും ചാൻസ് കൂടുതൽ, അല്ലേ? അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്തുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല? നമ്മൾ +2 കഴിഞ്ഞിട്ട് ആലോചിക്കും. +2 കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് നമ്മൾ വെറുതെ എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മൾ പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നത്. കുറച്ച് നേരത്തെ ആലോചിച്ചാൽ നമുക്ക് ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 1.5 ലക്ഷം രൂപ കൊടുത്ത് പോയാലും എത്രയോ ലാഭമല്ലേ നമുക്ക്. അതെ. അപ്പൊ ഇത് ആക്ച്വലി അജ്മൽ പറഞ്ഞ നേരത്തെ ഇത് കണ്ടെത്തി അവരെ ട്രെയിൻഡ് ആക്കാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ വിഷയങ്ങളിലേക്ക് വരുന്നത്. കേരളത്തിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ എഡ്യൂക്കേഷൻ ലോൺ എന്നുള്ളത് 10,000 കോടി രൂപയാണ്. 10,000 കോടി രൂപ ആര് തിരിച്ചടക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഫസ്റ്റ് വിദേശത്ത് പോയ ആളുകളൊക്കെ രക്ഷപ്പെട്ടു. നമുക്കറിയാം യൂറോപ്പിലോട്ട് എന്താന്ന് വെച്ചാല്, യൂറോപ്പിൽ പോയ ആളുകൾക്കറിയാം അവിടെ ആളുകളുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവാണ്. അപ്പൊ അവിടെ കുറെ വർക്കിന് ആളുകൾ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ ആളുകൾ പോകുന്നു, അവരൊക്കെ രക്ഷപ്പെട്ടു. ഇതൊരു സിസ്റ്റമാക്കി പിന്നെ ഈ ട്രെൻഡ് പിന്നെ എല്ലാവരും പോകാൻ തുടങ്ങി. എല്ലാവരും പോയപ്പോ ഇപ്പൊ കുട്ടികൾ കഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കാണുന്നുണ്ട്. വിസ തട്ടിപ്പുകൾ, അതേപോലെ തന്നെ ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ, അവിടെ പോയിട്ടാണ് പല ആളുകളും ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് പഠിക്കുന്നത്. റൈറ്റ്? അപ്പോ എന്നാൽ ഇവിടെ നമുക്ക് ചെറിയ കാശിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് വിദേശത്ത് പോകണം എന്ന് വിചാരിക്കാം. വിദേശത്ത് പോകണമെന്ന് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി അവിടുത്തെ നല്ല കോളേജുകൾ നമ്മൾ പോകാലോ. അവിടുത്തെ നല്ല കോളേജുകളിൽ സ്കോളർഷിപ്പോട് കൂടിയിട്ട് നമുക്ക് പോകാൻ പറ്റും. എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് മലയാളികളായിട്ടുള്ള പാരന്റ്സ് ചിന്തിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ വിദേശത്ത് പോയി വന്നാൽ തന്നെ ഇപ്പം ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ്സ് വിദേശത്താണ് പയ്യൻ പഠിക്കുന്നത്. ഞാൻ അവരുടെ പാരന്റ്സിനോട് സംസാരിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞിങ്ങനെ, ഒന്നുമില്ലെങ്കിൽ അവൻ കുറച്ച് സ്റ്റാൻഡേർഡ് ആവുമല്ലോ, കുറച്ച് ലാംഗ്വേജ് ഒക്കെ കുറച്ച് ലോകം കാണുമല്ലോ എന്നുള്ളത്. അത് മാത്രമാണ് അജ്മൽ കാണുന്ന ബെനിഫിറ്റ് അതിനകത്ത്. വേറെ എന്തെങ്കിലും ഒരു പല ബെനിഫിറ്റുകൾ ഇപ്പോൾ ഒരാൾക്ക് ലൈഫിൽ ഈ പറഞ്ഞ പോലെ ലോകം കാണുന്നിടത്ത്
ഉണ്ടാവാം. അപ്പൊ അതിന് ഞാൻ ബെനിഫിറ്റുകളൊന്നും ഞാൻ തീരെ തള്ളിക്കളയുന്നില്ല. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു 40-50 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്തിട്ട് വലിയ ബാധ്യത ഉണ്ടാക്കി ചെയ്യേണ്ടതാണോ? ഇത് നമ്മൾ തിരിച്ചും നമ്മൾ ആലോചിക്കണമല്ലോ. നമ്മൾ പ്രതീക്ഷയുടെ പുറത്താണല്ലോ നമ്മൾ ഇതൊക്കെ പോകുന്നത്. ഇത് നമുക്ക് എത്ര കൊല്ലം കൊണ്ട് നമുക്ക് തിരിച്ചടക്കാൻ സാധിക്കും എന്നുള്ളതും അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ജോലി അവന് കിട്ടുമോ എന്നുള്ളതൊക്കെ കൂടി നമ്മൾ നോക്കണമല്ലോ. വിദേശത്ത് ഒരാൾ സ്വന്തം കൾച്ചറിൽ നിന്ന് മാറി നിന്ന് ഇപ്പൊ ഇനി വിദേശത്ത് പോകണ്ട, ഒരാൾ ബാംഗ്ലൂർ പോകുന്നു, ഒരാൾ ഡൽഹിയിൽ പോയി ഒക്കെ പഠിക്കുന്നു. ഇതിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് മേ ബി അയാൾക്ക് ലൈഫിൽ കുറെ കാര്യങ്ങൾ പഠിക്കാൻ, സ്വാഭാവികമായിട്ട് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കാരണമായേക്കാം. പക്ഷെ ഇത് നമ്മൾ കാശ് കൊടുത്ത് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണോ എന്നുള്ളതാണ് എനിക്കുള്ള കൺസേൺ എന്നുള്ളത്. ഇപ്പൊ ഒരു പക്ഷേ ഇപ്പൊ സ്കൂൾ തുറക്കാനായിട്ട് പോകുന്ന സമയത്ത് ഒരു പാരന്റ്സിനൊരു കൺസേൺ ഉണ്ടാവും. എൻ്റെ മക്കള് സ്റ്റേറ്റ് സിലബസ് ആണോ CBSE ആണോ നല്ലത്, അവന്റെ ബ്രൈറ്റ് ഫ്യൂച്ചർ വല്ല എഞ്ചിനീയർ ആക്കാനോ മെഡിക്കലിലേക്ക് വിടാനാണ്. അപ്പോൾ അജ്മലിന്റെ കാഴ്ചപ്പാട് ഏത് സിലബസ് ആയിരിക്കും ഒരു കുട്ടിക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുക? അതായത് സിലബസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ എല്ലാം ഒരു NCERT ബുക്സിന്റെ ബേസിലാണ് വരിക. അതായത് CBSE സിലബസുമായി ബന്ധപ്പെട്ടാണ് വരിക. നമ്മൾ ജനറലി നമ്മൾ ഈ എക്സാംസിലൊക്കെ ടോപ്പേഴ്സിനെ നോക്കുമ്പോൾ നമ്മൾ CBSE സിലബസിലുള്ളവരാണ് ടോപ്പേഴ്സ് ആയിട്ട് നമുക്ക് കാണുക. അപ്പൊ ഇന്ത്യയിൽ പഠിക്കണം എന്നുള്ള നമ്മുടെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആസ് എ സിലബസ് CBSE ആണ് ആസ് ഓഫ് നോ നല്ലത് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ അവിടെ വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ CBSE സിലബസ് ഉള്ള ഒരു സ്കൂളിൽ പോയി, ആ സ്കൂൾ ചിലപ്പോൾ നല്ലതല്ല, അല്ലെങ്കിൽ ആ സ്കൂളിലെ ടീച്ചേഴ്സ് നല്ലതല്ല, ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. എന്ന് മാത്രമല്ല നമുക്ക് അതിനുള്ള ഒരു സാമ്പത്തികമായ സാഹചര്യം ഉണ്ടോ? പലപ്പോഴും CBSE സ്കൂളിൽ വലിയ ഫീസാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യമാണ് CBSE സ്കൂളിൽ പഠിച്ചവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനൊന്നുമല്ല. അപ്പൊ ഞാനൊരു സ്റ്റേറ്റ് സ്കൂളിൽ പഠിച്ച ആളാണ്, ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിൽ പഠിച്ച ഒരാളാണ്. എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ പക്ഷെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ സ്കൂളിനെ മാത്രം നമ്മൾ CBSE ആവട്ടെ സ്റ്റേറ്റ് ആവട്ടെ ആശ്രയിക്കരുത്. പാരന്റ്സ് എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികൾ ഒന്ന് റൈറ്റ് ട്രാക്കിൽ എത്തണം എന്നുണ്ടെങ്കിൽ പാരന്റ്സ് ഒന്ന് ആലോചിക്കണം. കാരണം സ്കൂളിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് മാറി വരും, സ്കൂൾ മാറും, ഒക്കെ മാറും. പാരന്റ്സ് ഒന്ന് ആലോചിക്കണം, പാരന്റ്സ് ഒന്ന് റൈറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ ഒരാൾ സ്റ്റേറ്റ് സിലബസ് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ X&Y പോലത്തെ പ്ലാറ്റ്ഫോംസ് അവർക്ക് ഉപയോഗപ്പെടുത്താം. കാരണം നമുക്ക് ആ ഒരു എന്താ പറയുക ചെറിയ ഫീസിൽ നമുക്ക് X&Yയിൽ പഠിക്കാം, പ്ലസ് സ്റ്റേറ്റ് സിലബസ് സ്കൂളിൽ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പൊ അവർക്ക് മേ ബി CBSEയിൽ മിസ്സാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ നമ്മൾ കവർ ചെയ്ത് പോകും. ഈ വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഒരു കുട്ടി വിദേശത്ത് പഠിക്കാനായിട്ട് പോകുന്നു, എമൗണ്ട് പൈസ ഉള്ളവനൊക്കെ, അല്ലാത്തവൻ എങ്ങനെ ഒരു 50-60 ലക്ഷം രൂപ ചിലപ്പോൾ ലോൺ എടുത്തേക്കാം അല്ലേ. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു സാധനം ഉണ്ടല്ലോ, ഇത് തിരിച്ചടക്കണം എന്തായാലും. അത് ഫീസിബിൾ ആവുമോ അജ്മലിന്റെ ഒരു കാഴ്ചപ്പാടിൽ? ആക്ച്വലി അത് പോകുന്ന കോഴ്സിനെയും കൺട്രിയെയും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിദേശത്ത് MBBS പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ലോൺ എടുക്കുന്നുണ്ട്. 40-50 ലക്ഷം രൂപ ലോൺ എടുക്കും. ഒരു 6 വർഷം കൊണ്ട് അതൊരു 10% പലിശയിൽ തിരിച്ചടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 75 ലക്ഷം രൂപയുടെ മേലെ നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരും. ഒരു 75 ലക്ഷം രൂപ നിങ്ങളൊരു 6-7 വർഷം കൊണ്ട് അടക്കണം എന്നുണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾ 1 ലക്ഷം രൂപ അടക്കണ്ടേ? ഇന്ന് നമ്മുടെ നാട്ടിൽ MBBS കഴിഞ്ഞ ഒരാൾക്ക് എത്ര രൂപ സാലറി ഉണ്ട്? 1 ലക്ഷത്തിൽ താഴെ രൂപ സാലറി ഉള്ളൂ. ഈവൻ PG പഠിക്കുന്ന ഒരാൾക്കും ഒരു നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സ്റ്റൈപ്പൻഡ് എന്നുള്ളത് 55,000 രൂപയാണ്. ഇവർക്ക് ഇങ്ങനെ തിരിച്ചടക്കാൻ പറ്റും. ഇത് ഓരോ ഫീൽഡിനും ഡിഫറെന്റ് ആണ്. നിങ്ങൾ എഞ്ചിനീയറിംഗിന് പോയി, എഞ്ചിനീയേഴ്സിന് നമ്മുടെ നാട്ടിൽ എത്ര സാലറി ഉണ്ട്, പക്ഷെ ഇതേ സാലറി അവിടെ ചിലപ്പോൾ പുറത്തുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്താണ് നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് വരിക. അപ്പൊ ഞാൻ പറയുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഭീമമായ തുക കൊടുത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. നേരത്തെ പറഞ്ഞതുപോലെ എയിംസും ജിപ്മർ പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ചുരുങ്ങിയ ഫീസിൽ പഠിക്കാൻ പറ്റും. ഈവൺ IIT-കൾ നിങ്ങൾ പോയാൽ ഇത്ര വലിയ ഫീസ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾ ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 6,000-7,000 രൂപയാണ് ഒരു വർഷം ഫീസ് ഉള്ളത്. ഇതൊക്കെ നമുക്ക് ഈസിലി കിട്ടുന്ന സംഭവം. എല്ലാവരും IIT-ൽ എത്തില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് സ്വപ്നം കാണാനും അതിലോട്ട് എത്താനൊക്കെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പറ്റുമല്ലോ. അവിടെ ഒരു 7,000 രൂപ ഫീസ് കൊടുക്കുന്നതിന് പകരം നമ്മൾ 40-50 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്നിടത്ത് വലിയൊരു ലോജിക്ക് എനിക്ക് ഫീൽ ചെയ്യാറില്ല. അപ്പൊ നമുക്കുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിന് മുഴുവൻ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ നമ്മൾ നേരത്തെ പാരന്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയാൽ ഈ ഒരുപാട് സാമ്പത്തികമായ ലാഭം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. ഇനി ഒരു കുട്ടീനെ നേരത്തെ ഇനി ഒരു കുട്ടീനെ വിദേശത്ത് തന്നെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാരന്റ്സ് ഉണ്ടാവുമല്ലോ, അവരും ആക്ച്വലി ഇതിന് എങ്ങനെയായിരിക്കണം പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്? അതായത് വിദേശത്ത് ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ നല്ല യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ അവർ നോക്കുക നമ്മുടെ കുട്ടികളുടെ ഒരു കോമ്പീറ്റൻസിയാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുട്ടികൾക്ക് ഒരു എക്സ്പെർട്ടീസ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ സ്കോളർഷിപ്പോട് കൂടി തന്നെ അഡ്മിഷൻ കൊടുക്കാൻ ഈ യൂണിവേഴ്സിറ്റികൾ തയ്യാറാവും. അപ്പൊ ഞാൻ എന്നെ ഈ അടുത്ത് UAE-യിലുള്ള മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് MBZUA എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ട്. അത് അബുദാബി ഗവൺമെന്റ് തുടങ്ങിയ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ എന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി ഒരു 19 രാജ്യങ്ങളിൽ നിന്നുള്ള ഇങ്ങനെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവിടെ പോയപ്പോൾ അവരുടെ ഫീസ് ഒരു വർഷം $45,000 അതായത് ഏകദേശം 40 ലക്ഷം രൂപ ഒരു വർഷത്തെ ഫീസ് പഠിക്കുന്നതിന്. അതായത് 4 വർഷം കൊണ്ട്
1,60,00,000 രൂപയാണ് ഫീസ് വരുന്നത്. പക്ഷെ ഫസ്റ്റ് ബാച്ചിലെ എല്ലാ സ്റ്റുഡൻസിനെയും അബുദാബി ഗവൺമെന്റ് ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അബുദാബി ഗവൺമെന്റ് എല്ലാവർക്കും സ്കോളർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനൊരു പെൺകുട്ടിയെ കണ്ടു, അഫ്സ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കണ്ടു, കാശ്മീരിൽ നിന്നുള്ള. അവളോട് ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാനുള്ള റീസൺ എന്നുള്ളത്. അവൾ JEE ഒക്കെ എഴുതി ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ നല്ല കോളേജ് കിട്ടിയാളാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഒന്ന് ഞാൻ ഇന്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് അതിന്റെ നാഷണൽ ലെവലിൽ ഞാൻ ചാമ്പ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ മാത്സ് ഒളിമ്പ്യാഡ് എന്നുള്ളത് ഈ ഒരു 8ാം ക്ലാസ് മുതൽ തന്നെ കുട്ടികൾക്ക് എഴുതാവുന്ന ഒരു എക്സാമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊരു കുട്ടികളും പൊതുവെ എഴുതാറില്ല. അപ്പോൾ മാത്സിൽ ടോപ്പറാണ്. 2 വേൾഡ് ഡിബേറ്റിംഗ് കോമ്പറ്റീഷനിൽ അവളുടെ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തവർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവളുടെ കമ്മ്യൂണിക്കേഷൻ അടിപൊളിയാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് അവൾക്ക് അഡ്മിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിനൊക്കെ ഈ ഒളിമ്പ്യാഡ്സ് എഴുതാം. ഈ ഒളിമ്പ്യാഡിന്റെ ഡിഫറെന്റ് ലെവൽസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിദേശത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ ഇപ്പോൾ നോക്കുന്നത് ഈ ഒളിമ്പ്യാഡ്സിൽ നിങ്ങൾക്ക് എത്ര സ്കോർ ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ, അതിൽ നിങ്ങളിപ്പോൾ മോഡൽ യുണൈറ്റഡ് നേഷൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, അതിലൊക്കെ പോയി പെർഫോം ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ പല ആസ്പെക്ട്സ് അവർ നോക്കും. ഇതിലൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ കുട്ടികളൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിദേശത്ത് പോകണം എന്നുണ്ടെങ്കിലും അവർക്ക് നല്ല സ്കോളർഷിപ്പോട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ PGയിലോട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. UG അണ്ടർ ഗ്രാജുവേറ്റിനെക്കാളും PGയിൽ നമുക്ക് വിദേശത്ത് ഒരുപാട് സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. ഇറാസ്മസ് മുണ്ടസ് എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് ഉണ്ട്, യൂറോപ്യൻ കമ്മീഷൻ നൽകുന്ന സ്കോളർഷിപ്പാണ്. യൂറോപ്പിലെ 200ഓളം കോഴ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടോ പാർഷ്യലി ഫ്രീ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇന്ത്യ എന്നുള്ള ഒരുപാട് കുട്ടികൾ, ഈവൻ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ, പല ആളുകളും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാറുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് അപ്ലൈ ചെയ്ത്, അപ്പൊ അത് UG ഒരു കോളേജ് ഡിഗ്രി നല്ലൊരു കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ PGക്ക് ഫ്രീ ആയി സ്റ്റൈപ്പൻഡോട് കൂടിയിട്ട് നിങ്ങൾക്ക് വിദേശത്ത് നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ സാധിക്കും, US പഠിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പഠിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഒരുപാട് സ്കോളർഷിപ്സ് നൽകുന്നുണ്ട്. പകരം നമ്മൾ ഈ ഒരു 3rd tier 4th tier നമുക്ക് വേണ്ടി തുടങ്ങിയ കോളേജുകളിലോട്ട് പല ഏജൻസികളും പറഞ്ഞു കേട്ടിട്ടാണ് നമ്മൾ പലപ്പോഴും പോകുന്നതാണ്. ഇപ്പൊ ഇന്റലിലും അതുപോലെ തന്നെ IITയിലും പഠിച്ച ഒരാളാണ് അജ്മൽ രൂപത്തിൽ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്ത് 2026 AI കാലഘട്ടമാണ്. ഇനി ലോകത്ത് എന്തൊക്കെ തൊഴിൽ സാധ്യതകളാണ് അജ്മലിന്റെ കാഴ്ചപ്പാടിലുള്ളത്? നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ഫേസ്ബുക്ക് 6,000 ആളുകളെ പിരിച്ചുവിട്ടത്. 2 ആഴ്ച മുമ്പാണ് ഒറാക്കിൾ, ലോകത്തിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സോഫ്റ്റ്വെയർ കമ്പനീസ് ആണ്, അവർ ഒറ്റ ദിവസം കൊണ്ട് 30,000 ആളുകളെ പിരിച്ചുവിട്ടു. അതായത് ഇന്നത്തെ കാലത്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല, പലപ്പോഴും മനുഷ്യന്മാരെ ആവശ്യമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മറ്റ് കാൽക്കുലേറ്ററോ കമ്പ്യൂട്ടറോ വന്ന പോലെ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയും AI കുറിച്ച്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ഒരു കോഗ്നിറ്റീവ് എബിലിറ്റി, നമ്മുടെ ബുദ്ധി കൂടിയാണ് എന്ത് ചെയ്യുന്നത്, AI റീപ്ലേസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഇടയിലുള്ള ട്രെൻഡ് നോക്കുകയാണെങ്കിൽ 2 വർഷം മുമ്പ് വരെ ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ ഒരുപാട് കുട്ടികൾ പോയിരുന്നു. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് BTech കമ്പ്യൂട്ടർ സയൻസ് ആണ്. പക്ഷേ ഇന്ന് ഈ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആളുകളാണ് ഇത് പിരിച്ചുവിടുന്നത്. കാരണം കോഡ് ചെയ്യാൻ ഇന്ന് നമ്മൾ മനുഷ്യന്മാരുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ മനുഷ്യന്മാർ മുമ്പുണ്ടായിരുന്നതിന് 5-1 മതി. അവര് ഈ വൈബ് കോഡിങ്ങും ക്ലൗഡും അതേപോലെ ജെമിനിയും ChatGPT ഒക്കെ ഉപയോഗിച്ച് അവരെന്നെ കോഡ് ചെയ്തോളും. അപ്പോൾ നമ്മുടെ വൈറ്റ് കോളേഴ്സ് ജോബ് നമ്മൾ ഒരുപാട് നഷ്ടപ്പെടും ഇമ്മീഡിയറ്റ്ലി. യെസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പറയുന്നതല്ല. ഇപ്പോൾ നമ്മുടെ ക്ലൗഡ് LLM ഉണ്ടല്ലോ, അവരുടെ പാരന്റ് കമ്പനിയുടെ ആന്ത്രോപിക്, അവരൊരു ലേബർ മാർക്കറ്റ് റിപ്പോർട്ട് അവർ കഴിഞ്ഞ മാസം മാർച്ചിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ അവർ പറയുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ള, മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ഒക്കെ AIക്ക് കുറെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അത്ര പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ ഇലക്ട്രീഷ്യൻ, പ്ലംബർ, അതേപോലെ തന്നെ നമ്മുടെ ഒരു ബ്ലൂ കോളർ ജോബ്സ് ആണ്. അത് അത്ര പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ ആസ് ഓഫ് നോ സാധിക്കില്ല. അതിന് റോബോട്ടിക്സ് കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഇങ്ങനത്തെ ഹാൻഡ്സ് ഓൺ സംഭവങ്ങളിലോട്ട് നമുക്കിപ്പോ ചില കുട്ടികളൊക്കെ കൊണ്ടുപോയാൽ അവര് നമ്മൾ വെറുതെ നിർബന്ധിച്ച് എഞ്ചിനീയറിങ്ങിനും അതേപോലെ തന്നെ അങ്ങനെ വലിയ വലിയ കാശ് കൊടുത്ത് വലിയ ഡിഗ്രിക്ക് വിടുന്നതിനേക്കാളും നല്ലതായിരിക്കും ഇന്നത്തെ കാലത്ത് ഒരു പോളി ഡിപ്ലോമ എന്നുള്ള ഒരു ഒപ്പീനിയൻ എനിക്കുണ്ട്. ആളുകൾക്ക് ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടില്ല, പക്ഷെ ആ ഒരു ഒപ്പീനിയനാണ് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടോ. ഞാനൊരു 2 years ബാക്ക് ഓസ്ട്രേലിയയിൽ പോയായിരുന്നു. ഓസ്ട്രേലിയയിൽ പോയിട്ട് ഓസ്ട്രേലിയയിലെ ഒരു AC മെക്കാനിക്കിന്റെ സാലറിയുടെ നമ്മൾ ഞെട്ടും. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ ചെറിയൊരു വെൽഡിങ് വർക്കുകൾക്കായിട്ട് കുറച്ച് ആൾക്കാർ വന്നിരുന്നു. അപ്പം ഞാൻ അവരോട് നിങ്ങളുടെ മക്കളെയൊക്കെ വെൽഡിങ് പഠിപ്പിക്കണോട്ടാ. ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത് വെൽഡേഴ്സിനാണ്. കാരണം എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് നിസാർക്കുണ്ട്. നിസാർക്ക് ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ്. ആൾക്കൊരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ടോ, നിസാർ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു. പുള്ളി അതിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കൈത്തൊഴിൽ എന്ന അറിഞ്ഞ് നിങ്ങൾക്ക് പ്രോപ്പർ ആണെങ്കിൽ, ഉദാഹരണം നിങ്ങൾക്ക് തന്നെ എഡ്യൂക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം, അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്, സാലറി സർട്ടിഫിക്കറ്റ് അല്ല, നിങ്ങളുടെ സാലറി നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നതെന്ന് കാണിക്കുന്നെങ്കിൽ
ഇതൊക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി എക്സാം വൈ ലേണിംഗിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് എക്സാം വൈ ലേണിംഗിൽ നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് ഒരു 6 മുതൽ 10 വരെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ്. ഇത് നോർമൽ ട്യൂഷൻ അല്ല. അതായത് സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും പറയുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടി ആഴത്തിൽ ആ കൺസെപ്റ്റുകൾ, സയൻസിനും മാത്സിനും ഉള്ള കൺസെപ്റ്റുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അവരൊരു കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക. കോമ്പറ്റീറ്റീവ് എക്സാംസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള JEE NEET പോലല്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒളിമ്പ്യാഡ്സ്, ഇപ്പൊ ഇത്തവണത്തെ റീജിയണൽ മാത്സ് ഒളിമ്പ്യാഡിലെ ഗോൾഡ് മെഡലിസ്റ്റ് പൂജ അങ്കമാലിക്കാരിയാണ്, നമ്മുടെ സ്റ്റുഡന്റ് ആണ്. അപ്പോ ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനെ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ ഇന്റർനാഷണൽ ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ്, റഷ്യയിൽ വെച്ചൊരു ഇന്റർനാഷണൽ ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് നടന്നു. 30ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ പങ്കെടുത്ത് അതിൽ ബ്രോൺസ് മെഡൽ നേടിയ അസാൻ ജലീൽ, ഖത്തറിനെ റെപ്രസെന്റ് ചെയ്താവാൻ പോയത് നമ്മുടെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ലെവലിൽ അവർക്കുള്ള ട്രെയിനിങ് കൊടുക്കണം. കുട്ടികളെ മാത്സിലും സയൻസിലൊക്കെ സൂപ്പർ ആവണം. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ +1 +2 അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്ക് +1 +2 നമുക്ക് JEEക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ JEE മാത്രം IIT പോകാന്നുള്ളത് മാത്രമല്ല, സയൻസ് മാത്സ് മേഖലയിലെ എല്ലാ മേഖലകളിലും നമുക്ക് പോകാം എന്നുള്ളതാണ്. റൈറ്റ്. +1 +2 നമ്മൾ JEEക്ക് സ്പെസിഫിക് ആയിട്ട് ഓൺലൈനായിട്ടും അതേപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ടുള്ള പ്രോഗ്രാംസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നൽകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെറിയ പ്രായത്തിൽ നമ്മൾ കുട്ടികളൊന്ന് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് അവർക്ക് നല്ലൊരു മെന്റർഷിപ്പ് ഒക്കെ കൊടുത്ത് അവരെ നല്ലൊരു പാത്തിൽ സെറ്റ് ചെയ്ത് വിടുക. ഇന്ന് കുറേ ഫോണിന്റെ ലോകത്തൊക്കെയാണ് കുട്ടികളുള്ളത്. പകരം അവർക്ക് നല്ലൊരു ഡയറക്ഷൻ, അവർക്ക് കുറച്ചുകൂടി ഒരു എക്സ്പോഷർ നമ്മൾ കൊടുക്കുക, പല ഏരിയാസ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അതോടൊപ്പം അവർക്ക് വേണ്ട ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് എക്സാം വൈയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എക്സാം വൈയിൽ ചെയ്യുന്നത്. ഇനി എങ്ങോട്ടാണ് എക്സാം വൈയുടെ ഒരു ഫോക്കസ് അജുൻ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി എക്സാം വൈയുടെ ഫോക്കസ് എന്നുള്ളത് ഇപ്പൊ എക്സാം വൈയില് 5000-ത്തിലധികം സ്റ്റുഡൻസ് ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ട്. നമ്മളൊരു 50 സ്റ്റുഡൻസിനെ വെച്ചിട്ടാണ് 5 വർഷം മുമ്പ് തുടങ്ങിയത്. അതൊരു 100 ഇരട്ടി സ്റ്റുഡൻസ് ആയിട്ട് മാറിക്കഴിഞ്ഞു. പക്ഷെ നമ്മൾ കേരളം മുഴുവൻ നോക്കുകയാണെങ്കിൽ ഒരു 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ക്ലാസ്സുകളിൽ 25 ലക്ഷം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ 25 ലക്ഷത്തിൽ 5000 നമുക്ക് എത്താൻ സാധിച്ചിട്ടുള്ളൂ. ആ 5000 ഇനിയും കുറച്ചുകൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, വളരേണ്ടതുണ്ട്. അങ്ങനെ വളരുമ്പോഴാണ് നമ്മുടെ നമ്പേഴ്സ് വളരുമ്പോൾ നമുക്കുള്ള റവന്യൂ അല്ലെങ്കിൽ നമുക്കുള്ള പൈസ വളരാന്നുള്ളത് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു എൻവയോൺമെന്റ് ചെയ്യുന്നത്. അതെ. അപ്പോൾ കൂടുതൽ സ്റ്റുഡൻസിലോട്ട് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യേണ്ടതുണ്ട്, എത്തേണ്ടതുണ്ട്. അതോടൊപ്പം കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി ചില ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻ ജനറൽ ഇതിപ്പോ ഈ പറഞ്ഞതുപോലെ പ്രശ്നം എന്നുള്ള പാരന്റ്സിന് അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. പാരന്റ്സ് പലപ്പോഴും ആ ഒരു സ്കൂളിൽ കൊണ്ടുപോയി ആക്കി അവിടെ ഫീസ് കൊടുത്താൽ എന്റെ പണി തീർന്നു എന്ന് വിചാരിക്കുന്നവരാണ് ഭൂരിഭാഗം പാരൻസും. അവരിത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു പണിയാണ്. കഴിഞ്ഞൊരു 5 വർഷത്തിന്റെ ഇടയിൽ ഞാനൊരു 1000-2000 ഒക്കെങ്കിലും മിനിമം ഞാൻ വെബിനാർസോ ക്ലാസ്സസോ ഒക്കെ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടാവും. ഓരോ ദിവസവും രാത്രി ഞാൻ പാരൻസുമായിട്ട് ഞാൻ നിരന്തരം സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൂടുതൽ ആളുകളിലോട്ടും കൂടുതൽ പാരൻസിലോട്ടും എത്തുന്നത്. അപ്പോൾ ആ കുട്ടികളെ നമ്മൾ ഉയർത്തി കൊണ്ടുവരിക. മേ ബി നമ്മൾ ആലോചിക്കുന്ന വേറൊരു കാര്യം, ഒരു 1 മുതൽ 4 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് അങ്ങനെ ട്രെയിനിങ് അല്ലെങ്കിൽ പോലും അവരൊരു ക്യൂരിയോസിറ്റി വളർത്താനുള്ള കുറെ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. നേരത്തെ അജ്മൽ പറഞ്ഞ തന്നെ ഒരു കുട്ടി പഠിച്ചു വളർന്നാല് അവനിലൂടെ ഒരു കുടുംബവും ഒരു സൊസൈറ്റിയും മാറുകയാണല്ലോ ചെയ്യുന്നത്. പിന്നെ അവനുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും ഇതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകുകയും ആസ് എ പാരന്റ് കൺസേൺ എപ്പോഴും ഉണ്ടല്ലോ. എന്റെ കുട്ടി പഠിക്കുന്നുണ്ട്, അവന് ട്യൂഷനും ഉണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ അവൻ എത്തുന്നുണ്ട്. പക്ഷെ എൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇതിലേക്കൊന്നും അവൻ സക്സസ് ആകുന്നില്ല. അപ്പൊ ട്യൂഷന് പോയാൽ പോരെന്ന് പറഞ്ഞ ആൾക്കാർക്ക് സംശയം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എന്താ അജ്മൽ അതിന്റെ ടേക്ക് എന്താ? ആക്ച്വലി ട്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും അതേപോലെ ഒന്നുകൂടി പഠിക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ട്യൂഷനിൽ നമ്മൾ ചെയ്യുന്നത്. റെമഡിയൽ ക്ലാസ് ആണ് ട്യൂഷൻ എന്നുള്ളത്. അതേപോലെ തന്നെ മിക്കവാറും ആ സ്കൂളിന് അസോസിയേറ്റ് ചെയ്തൊരു ട്യൂഷൻ സെന്റർ ഉണ്ടാവും. ആ സ്കൂളിൽ പഠിപ്പിച്ച ആളുകൾ തന്നെ ആയിരിക്കും അവിടെ വീണ്ടും പഠിപ്പിക്കുക. നേരെ മറിച്ച് ഫൗണ്ടേഷൻ എന്നുള്ളത് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. ഫൗണ്ടേഷൻ എന്നുള്ളത് നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനുള്ള പ്രെപ്പ് കൂടിയാണ്. ഇപ്പൊ ട്യൂഷനുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നില്ലേ, പഠിപ്പിക്കും. പ്ലസ് നമ്മൾ കുറച്ച് ഹുക്കുകൾ അടുത്ത ക്ലാസ്സുകളിലോട്ട് നമ്മൾ ഇട്ടുവെക്കും, അവരിപ്പോഴേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പ്ലസ് ആ ട്യൂഷൻ അല്ലെങ്കിൽ ആ ഫൗണ്ടേഷനിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ആഴത്തിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഫ്രെയിം വർക്കിൽ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ആ രീതിയിൽ ഇപ്പൊ നമ്മുടെ ഒരു സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് എടുക്കുന്നതൊക്കെ IITians അതേപോലെ തന്നെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് ഈ എക്സാമുകളിലൂടെ കടന്നു വന്ന ആളുകളാണ്. അപ്പൊ അവർ നോർമൽ ഹൈസ്കൂൾ ടീച്ചേഴ്സ് അല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാം എന്താണ് ഈ പ്രായത്തിൽ ശരിക്കും ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ നല്ലൊരു സെറ്റ് ഓഫ് മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ കുട്ടികൾക്കും നമ്മളൊരു വെൽക്കം കിറ്റ് ആയിട്ട് അയച്ചു കൊടുക്കും. അതിലൊരു 3 ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ലെവൽ ചെയ്യുമ്പോൾ തന്നെ അവർ സ്കൂളിന് അവർ
ഓക്കെ ആവും. രണ്ടാമത്തെ ലെവൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ ചെയ്യും. മൂന്നാമത്തെ ആകുമ്പോൾ ഈ പറഞ്ഞ ഒളിമ്പ്യാഡ് ലെവലിലോട്ടൊക്കെ അവരെത്തും. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പോവാണ്. ഇതൊന്നും ഒരു കുട്ടിക്ക് ഒരു ട്യൂഷനിൽ കിട്ടാത്തൊരു കാര്യം. ഇത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോഴേ എങ്ങനെയാണ് ഇവർക്ക് ഒരു അറ്റൻഷൻ കൊടുക്കാനായിട്ട് സാധിക്കുക? ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് നമ്പർ പറയാം. നമ്മളെ കോഴ്സിൽ ചേരുന്ന സ്റ്റുഡൻസിൽ 80% സ്റ്റുഡൻസും ഇയർ ഓവർ ഇയർ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് വേറെ ഒരു സ്ഥാപനത്തിലും ഒരു രക്ഷ ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. ഇത് 80% സ്റ്റുഡൻസും അടുത്ത വർഷം വീണ്ടും വരുന്നുണ്ട്. അത്രയും ഹാപ്പിയാണ്. അതിനുള്ള റീസൺ എന്നുള്ളത് ഈ ഒരു 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ ഒരു കുട്ടി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു 8ാം ക്ലാസ്സിലെ കുട്ടിയെ ചിന്തിച്ചു നോക്കാം. അവനോട് നീ ചിലപ്പോൾ ഇപ്പൊ IIT പോകണം എന്ന് പറഞ്ഞാൽ അവന് ചിലപ്പോൾ അത്ര സീരിയസ് ആയിട്ട് തോന്നുന്നുണ്ടോ? അവന് 5 കൊല്ലം കഴിഞ്ഞിട്ട് എഴുതേണ്ട പരീക്ഷയാണ്. അപ്പൊ അവനെ നമ്മൾ പാഠം പഠിപ്പിച്ചാൽ മാത്രം പോരാ, അവനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ട് നടക്കണം. അവന് നല്ലൊരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ടീം ഉണ്ട്, നമുക്ക് മെന്റേഴ്സ് ഉണ്ട്. ഈ മെന്റേഴ്സ് അത് വിമൺ ആയിട്ടുള്ള ആളുകളാണ്, അവര് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർ ഈ കുട്ടികളും പാരന്റ്സുമായിട്ട് 1-on-1 നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കും, ഡിസ്കഷൻ. അപ്പോൾ അവര് പാഠങ്ങളൊന്നും പഠിപ്പിക്കാന്നുള്ളതല്ല, അത് നമുക്ക് നല്ല എക്സ്പേർട്ട് ഫാക്കൽറ്റി ഉണ്ട്. അവർ ഈ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യും, പേഴ്സണൽ കെയർ ചെയ്യുക, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക. അതിനൊക്കെ അവർ വളരെ സൈക്കോളജിക്കലി ട്രെയിൻഡ് ആണ്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ പാരന്റ്സിനുള്ള കൺസേൺ അതാ, ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് കേൾക്കൂല എന്നുള്ളത്. അതെ, നേരെ മറിച്ച് നമുക്ക് പുറത്തുനിന്നുള്ള ഒരാള് കുറച്ചൊരു സ്നേഹത്തിലൊരു കാര്യം പറഞ്ഞാൽ എന്തായാലും കുട്ടികൾ കുറച്ചുകൂടി ശ്രദ്ധിക്കും. ആ ഒരു അതോറിറ്റി ആയിട്ട് നമുക്കവിടെ മെന്റേഴ്സ്. അജ്മൽ നേരത്തെ പറഞ്ഞ പലപ്പോഴും പല പാരന്റ്സിനെ കുറിച്ച് അവയർനെസ് ഇല്ലാത്ത വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവള് മാത്സും സയൻസും പഠിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഉദ്ദേശം ഒന്നെങ്കിൽ എഞ്ചിനീയർ ആകും അല്ലെങ്കിൽ ഡോക്ടർ ആവുന്നുള്ളത് മാത്രമാണല്ലോ. പക്ഷെ ഒരു സയൻസ് എടുത്ത കുട്ടിക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആയുള്ളത് ആക്ച്വലി? സയൻസും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എഞ്ചിനീയറിംഗ് ഡോക്ടർ എന്നുള്ളത് മാത്രമൊന്നുമല്ല. ഞാൻ ഒരാളെ കഥ പറയാം. കഴിഞ്ഞ വർഷം OpenAI, നമുക്കറിയാം ChatGPT കമ്പനിയാണ്. OpenAI ഒരാളെ മെറ്റ ഹയർ ചെയ്യാണ്, അതായത് ഫേസ്ബുക്ക്. മാർക്ക് സക്കർബർഗ് നേരിട്ട് വിളിച്ചിട്ട്, ആളെ പേര് ത്രപിത് ബൻസാൽ എന്നാണ്, ഒരു ഇന്ത്യക്കാരനാണ്. അയാൾക്ക് ഓഫർ ചെയ്ത സാലറി എത്രയാണെന്ന് അറിയോ? 850 കോടി രൂപ. 850 കോടി രൂപയുടെ പാക്കേജാണ് ആൾക്ക് മാർക്ക് സക്കർബർഗ് നേരിട്ട് വിളിച്ച് ഓഫർ ചെയ്യുന്നത്. അയാൾ പഠിച്ചത് മാത്തമാറ്റിക്സ് ആണ്. IIT കാൺപൂരിൽ നിന്ന് മാത്തമാറ്റിക്സ് പഠിച്ച ആളാണ്, റൈറ്റ്? അപ്പൊ ഇന്നത്തെ കാലത്ത് പ്യുവർ സയൻസിന് വലിയ വാല്യൂ ഉണ്ട്. കാരണം ഇനിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ വേൾഡിലെ ഏറ്റവും വാല്യൂഷൻ ഉള്ള കമ്പനിയാണ് NVIDIA. NVIDIAയുടെ CEO ആയിട്ടുള്ള ജെൻസൺ ഹുവാങ്ങിനോട് ആൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അയാളോട് ഒരു മാധ്യമപ്രവർത്തകന് 2-3 മാസങ്ങൾക്ക് മുമ്പ് ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ കോളേജിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കും? നിങ്ങൾക്കിപ്പോൾ 20 വയസ്സാണ്, നിങ്ങൾ കോളേജിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കും? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞത്, ഇനി വരാൻ പോകുന്നത് ഇപ്പോഴുള്ള നമ്മുടെ AI എന്നുള്ളത് സ്ക്രീനിലുള്ള AI ആണ്, അല്ലെ? നമ്മൾ സ്ക്രീനിൽ ചോദിക്കുന്നു, ഉത്തരം പറയുന്നു. ഇനി വരാൻ പോകുന്ന AI ഫിസിക്കൽ AI ആണ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ കൈ മുറിച്ച് മാറ്റിയെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കൃത്രിമ കൈ വെക്കണം. അത് സാധാരണ കൈ പോലെ ഒരു AI ഇന്റഗ്രേറ്റഡ് കൈ ആയിരിക്കും, അല്ലെ? അതിലെന്ത് വേണം? അതിൽ ഈ ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ ഈ ഹോർമോൺസ് അല്ലെങ്കിൽ ഇതിലെ കെമിക്കൽസ് ഒക്കെ അതേപോലെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് ഒരു AI എഞ്ചിനീയർ മാത്രം പോരാ, ഇതിൻ്റെ ഉള്ളിലുള്ള ഇതിന്റെ മൂവ്മെന്റിന്റെ ഫിസിക്സ് അറിയുന്ന ആള്, ബയോളജി അറിയുന്ന ആള്, കെമിസ്ട്രി അറിയുന്ന ആൾക്കാരൊക്കെ വേണം. ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടാണ് ഇതിനുള്ള ലോകം പോകുന്നത്. അപ്പൊ സയൻസിലും മാത്സിലും ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ പക്ഷെ നല്ല സ്ഥലങ്ങളിൽ പോയി പഠിക്കണം. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഒരു BSc ജനറലി പഠിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടി ഹയർ ആയിട്ട് നമ്മൾ ചിന്തിക്കണം. അപ്പൊ അതിന് ഐസറുകൾ പോലുള്ള സ്ഥാപനമുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച്. അപ്പൊ അതിന് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ISROയിൽ പോയി എഞ്ചിനീയർ ആവണോ? ISRO നേരിട്ട് നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. എവിടെയാണെന്നറിയോ? തിരുവനന്തപുരത്ത്, കേരളത്തിൽ IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. അവിടെ പഠിച്ചിറങ്ങുന്ന ആളുകൾക്കാണ് ISRO അവരുടെ പ്ലേസ്മെന്റ്സിൽ എന്ത് ചെയ്യുന്നത്, പ്രിഫറൻസ് കൊടുക്കുന്നത്. ബാംഗ്ലൂർ IISc ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ഇനി അതല്ല, നിങ്ങളുടെ കുട്ടി ഡിസൈനിലാണ് താല്പര്യം എന്ന് വിചാരിക്കുക, IIT-കളിൽ BTech മാത്രമല്ല BDES ഉണ്ട്. IIT ബോംബെയിലും ഹൈദരാബാദിലും ഗുവാഹട്ടിയിലൊക്കെ BDES പ്രോഗ്രാംസ് ഉണ്ട്. ഈ BDES പ്രോഗ്രാംസിൽ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എൻറോൾ ചെയ്യാൻ പറ്റും. അതിന് UCED എന്ന് പറഞ്ഞൊരു പരീക്ഷ എഴുതണം. NIDs ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. ലോകത്തുള്ള പല കമ്പനീസിന്റെയും വലിയ വലിയ ആപ്പുകളുടെ യൂസർ ഇന്റർഫേസ്, യൂസർ എക്സ്പീരിയൻസ് ഡിസൈനേഴ്സ് ഈ IIT നിന്നും NID എന്നൊക്കെ പഠിച്ചിറങ്ങിയ BDESകാരാണ്. അതിന് NID DIT എന്ന് പറഞ്ഞ പരീക്ഷ എഴുതണം. ഓക്കെ. അപ്പോൾ ഇതേപോലെ തന്നെ സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ ഉണ്ട്, B-Plan BArch ഒക്കെ നൽകുന്നത്. അതിന് JEE പേപ്പർ 2 എഴുതണം. അപ്പോൾ ഒരുപാട് നല്ല സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എവിടെ പോകണം എന്നുണ്ടെങ്കിലും നമ്മൾ +2 മാർക്ക് വെച്ച് പോകാൻ പറ്റില്ല. അതാണ് ഇതിലെ പ്രശ്നം. അവർ പോകണം എന്നുണ്ടെങ്കിൽ പഠിച്ച് +2 പാസ്സായിട്ടും രക്ഷപ്പെടണമെന്നില്ല. ഇല്ല, +2 100% മാർക്ക് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഈ സ്ഥാപനങ്ങളിലൊന്നും അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. ആ അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതണം. അതിലോട്ടുള്ള പാത്തിലാണ് നമ്മുടെ എക്സാം വഴി നമ്മൾ കുട്ടികളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ
കേരളത്തിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിലേ കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമാണ് അൽഹംദുലില്ലാ നമ്മുടെ കേരളം. അതുപോലെ തന്നെ ഒരുപാട് സ്കൂൾസുകളുണ്ട്, ടാലൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. പക്ഷെ ഇങ്ങനത്തെ വലിയ 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 എക്സാമുകൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഫ്ലോപ്പായിട്ടല്ലേ കാണുന്നത്. എന്താ അജ്മലിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ? അതിനുള്ളൊരു പ്രധാനപ്പെട്ട റീസൺ എന്നുള്ളത്, നമ്മള് നമുക്ക് നല്ല കെട്ടിടങ്ങളുണ്ട്, ടാലന്റ് ആയിട്ട് അധ്യാപകരുണ്ട്, പക്ഷെ നമ്മുടെ സിലബസും നമ്മുടെ സിസ്റ്റവും നമ്മളങ്ങനെ ലഘൂകരിച്ച് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ മുഴുവൻ A+ കിട്ടുന്ന എത്ര ആളുകളുണ്ട്? കഴിഞ്ഞ വർഷം 60,000 ആൾക്കാരുണ്ട്. ഞാൻ 2007 SLC പഠിച്ചിറങ്ങിയത്, അന്ന് 4,000 ആളുകളുള്ളൂ. ഇപ്പൊ ഒരു 18 വർഷം കഴിഞ്ഞപ്പോൾ അത് 60,000 ആയി. അതായത് ഒരു 15 ഇരട്ടിയായി. അപ്പൊ ഒന്നിക്ക് നമ്മൾ 15 ഇരട്ടി നമ്മൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അത്ര മെച്ചപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം എന്നത്. അപ്പൊ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറെ കുട്ടികളെ പാസ്സാക്കി വിടുന്നു, അല്ലെങ്കിൽ കുറെ കുട്ടികൾക്ക് നമ്മൾ A+ കൊടുക്കുന്നു. പക്ഷേ ഈ കുട്ടികൾ എവിടെ പോകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇവരെങ്ങോട്ട് പോകുന്നു എന്നുള്ളത്. പ്രഥം എന്ന് പറഞ്ഞൊരു NGO ഉണ്ട്, അവർ നടത്തുന്ന എയ്സർ എന്ന് പറഞ്ഞൊരു സർവേ ഉണ്ട്. ഓരോ 2 വർഷം കൂടുമ്പോഴും കുട്ടികളുടെ മാത്സും ഇംഗ്ലീഷും ഒക്കെ എങ്ങനെയാന്നുള്ളത് ഒരു നേഷൻ വൈഡ് ആയിട്ട് അവർ പഠിക്കും. അതിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ചില കണക്കുകളുണ്ട്. അതായത് കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് കേരളത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ ഒരു 35% ആൾക്കാർക്ക് മാത്രമാണ് 2 നമ്പർ കൊടുത്താൽ ഹരിക്കാൻ അറിയാം, ഡിവൈഡ് ചെയ്യാൻ അറിയുന്നത്. അതായത് 2ാം ക്ലാസ്സിനും 3ാം ക്ലാസ്സിനും പഠിക്കുന്ന കാര്യമാണ് ഡിവിഷൻ എന്നുള്ളത്. അത് 8ൽ പഠിക്കുന്ന സ്റ്റുഡൻസിൽ ഒരു 40% താഴെ മാത്രമേ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന ആളുകൾക്ക് അറിയുകയുള്ളൂ. ഈ കുട്ടികൾ എങ്ങനെയാണ് ഒരു ഹയർ ലെവൽ കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാൻ പോവുക? പോട്ടെ, ഈ കുട്ടികൾ എങ്ങനെയാണ് ഒരു കേരള PSC പരീക്ഷ എഴുതാൻ പോവുക? അല്ലേ? അപ്പൊ മാത്സിൽ നമ്മൾ പലപ്പോഴും വളരെ പിന്നിലാണ്. അത് വളരെ റിഗറസ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് മാത്സ്. അതിന് വേണ്ട പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം വരെയൊക്കെ നമ്മുടെ ഒരു ഓൾ പാസ് സിസ്റ്റം ആയിരുന്നു. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ നമ്മൾ കുട്ടികൾ തോൽക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. ഇപ്പൊ മാറ്റത്തിൽ നമ്മുടെ ശിവൻകുട്ടി സാറൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം അതിൽ ചേഞ്ചസ് കൊണ്ടുവന്നു. പക്ഷെ അത് കുട്ടികളെ തോൽപ്പിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം പക്ഷേ ഈ ജയിക്കാത്ത പിന്നിൽ പോയ ആളുകളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മൾ ആലോചിക്കണ്ടേ? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി പഠിച്ചില്ലെങ്കിലും ജയിക്കുമെന്നാണെങ്കിൽ അവൻ്റെ ഒരു മനോഭാവം എന്തായിരിക്കും? അതൊരു റോങ് മെസ്സേജ് ആണല്ലോ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഞാൻ അതല്ല, നമ്മൾ എന്താ പറയാ, തോറ്റ ആളുകളെ നമുക്ക് ജയിപ്പിക്കാം. അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്തിട്ട് അവരടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരുത്താം. ഇല്ലെങ്കിൽ ആ കുട്ടി തന്നെ അല്ലേ കഷ്ടപ്പെടുന്നത്. എന്നോട് പല ആൾക്കാരും പറയും, എനിക്ക് എന്തിൽ പോകണമെന്ന് അറിയില്ല. നിങ്ങൾക്ക് എന്തിലൊക്കെ മാർക്കുള്ളത്? എല്ലാത്തിലും മാർക്കുണ്ട്, എല്ലാത്തിനും A+ ഉണ്ട്. നമ്മുടെ A+ എന്നുള്ളത് ഒരു അഭിമാന കാര്യമായിട്ട് കാണുമ്പോഴും ശരിക്കൊരു പരീക്ഷ എന്താ, ഞാൻ ഇന്നതിൽ നല്ലതാണ്, ഇന്നതിൽ പിന്നിലാണ്, ഞാൻ ആ മുന്നിലുള്ള വിഷയത്തിലാണ് മേ ബി എന്ത് ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ കരിയറൊക്കെ തിരഞ്ഞെടുത്ത് പോകേണ്ടെന്നുള്ളൊരു ഒരു ദിശ കൂടിയാണല്ലോ നൽകുന്നത്. അല്ലാതെ നമ്മളിത് എല്ലാത്തിലും ഉഷാറാന്ന് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? ഇങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഇപ്പോൾ കുട്ടികളുടെ ടാലന്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടികൾക്ക് തോന്നുകയാണെന്ത്, ഈ ഒരു പരീക്ഷാ മാർക്ക് തന്നെ മതി, ഈ പരീക്ഷാ മാർക്ക് തന്നെ മതി എന്ന് തോന്നുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു നീറ്റ് പരീക്ഷയ്ക്ക് 550 മാർക്ക് കിട്ടിയ കുട്ടിയാണ് മേ ബി ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 1.5 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കുന്നത്. 549 മാർക്ക് കിട്ടിയ കുട്ടിയാണ് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഒരു വർഷം 8 ലക്ഷം രൂപ ഫീസ് കൊടുത്ത് ഗവൺമെന്റ് സീറ്റ് പഠിക്കുന്നത്. അതായത് 4 വർഷത്തോട്ട് 5 വർഷത്തോട്ട് 40 ലക്ഷം രൂപ കൊടുക്കണം. അപ്പുറത്ത് 1.5 ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടത്. ഒരു മാർക്കിന്റെ വിലയാണ് 38 ലക്ഷം രൂപ എന്നുള്ളത്. അവർ മെഡിക്കൽമാരല്ലാത്തതുകൊണ്ടല്ല, നേരെ മറിച്ച് ഈ പറഞ്ഞ പോലെ ഒന്ന് നേരത്തെ പ്രിപ്പയർ ചെയ്ത് ആലോചിച്ച് തുടങ്ങാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനെക്കുറിച്ച് കുട്ടികൾ അവെയർ അല്ല. അവർക്ക് വേണ്ട ട്രെയിനിങ് പലപ്പോഴും സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ല. റൈറ്റ്, വളരെ ഡൈല്യൂട്ടഡ് ആയിട്ട് പലപ്പോഴും നമ്മുടെ പരീക്ഷ കുറച്ച് ബുദ്ധിമുട്ടായ പിറ്റേന്ന് പത്രത്തില് വാർത്ത വരും, മന്ത്രിയെ ചീത്ത വിളിച്ചുകൊണ്ട് യൂട്യൂബിൽ വീഡിയോസ് വരും. പല ട്യൂഷൻ സ്ഥാപനങ്ങളും ഇത് കുട്ടികളോടുള്ള ചതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ഇമോഷണലി ഇളക്കി വിടും. ഇത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു പരീക്ഷ ടഫായി നേരിച്ചിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മൾ ഒരു മാർക്ക് എങ്ങനെയെങ്കിലും കുറെ മാർക്ക് വാങ്ങണം, +2നും 10ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് വാങ്ങണം, എന്നിട്ട് പത്രത്തിൽ ഫോട്ടോ വരണം, അല്ലെങ്കിൽ സ്കൂളിലും ഒരു ഫ്ലക്സ് തൂക്കണം എന്നുള്ളത് മാത്രം നമ്മുടെ ചിന്ത. അതിനപ്പുറം എഡ്യൂക്കേഷൻ്റെ ഔട്ട്കംസിനെ കുറിച്ച്, ആ കുട്ടി എവിടെ എത്തണം, അവൻ്റെ കഴിവ് എന്താണ്, അവന് കഴിയുന്ന ആ സ്ഥലത്ത് എങ്ങനെ എത്തിക്കാന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ തീരെ ചിന്തിക്കുന്നില്ല. അതിനാണ് മാറ്റം വരേണ്ടത്. അതിനാണ് നമ്മുടെ നാട്ടിൽ മാറ്റം വരേണ്ടത്.